ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരുപാട് കുട്ടികളുടെ വലിയൊരു സംശയമാണ് ക്ലിയർ ചെയ്യാൻ നോക്കുന്നത്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് ITI പഠിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതായത് +2 പഠിക്കാതെ ITIക്ക് 10 കഴിഞ്ഞ് നേരെ പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജോലി കിട്ടാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതിനെപ്പറ്റി ഇത്രയും വിശദീകരിച്ചുള്ള ഒരു വീഡിയോ ഇതുവരെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇനി നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് നേരിട്ട് ITI പഠിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് നോക്കാം. ഏർലി എൻട്രി ഇൻടു ദി ജോബ് മാർക്കറ്റ്. അതായത് 10th കഴിഞ്ഞ് ITI പോയാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് എത്താൻ സാധിക്കും. 10th കഴിയുന്ന കുട്ടികൾക്ക് 15 അല്ലെങ്കിൽ 16 വയസ്സ് മാത്രമേ കാണത്തുള്ളൂ. അവർ ITI പഠിക്കുകയാണെങ്കിൽ 17, 18 വയസ്സാകുമ്പോഴേക്കും ITI പാസ്സാകും. ITI മാത്രം മതി ഒരു ജോലി കിട്ടാൻ. അപ്പം SSLC പാസ്സായ ഒരു കുട്ടി ITI പഠിച്ചാൽ അവൻ 18 വയസ്സാകുമ്പോഴേക്കും ഒരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. SSLC കഴിഞ്ഞ് +2 പോയാൽ പിന്നെയും പഠിക്കേണ്ടി വരും. അതായത് +2 കൊണ്ട് മാത്രം ഒരു ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ +2 കഴിഞ്ഞ് ഒന്നല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, MBBS, നേഴ്സിംഗ്, പാരാമെഡിക്കൽ, ഡിഗ്രി തുടങ്ങിയ കോഴ്സുകൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു നല്ല പൊസിഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ +2 കൊണ്ട് മാത്രം ഒരു ജോലി വേണമെന്ന് വിചാരിച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കിട്ടാൻ. ആ സമയത്ത് ITI ആണെങ്കിൽ നമുക്കൊരു എൻട്രി ലെവൽ ജോലിയിലേക്കെങ്കിലും എത്തിച്ചേരാൻ സാധിക്കും. അത് ഇതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇത് കോഴ്സിന്റെ കാലാവധി നോക്കുകയാണെങ്കിൽ SSLC കഴിഞ്ഞ് ITI ആണെങ്കിലും 2 വർഷം, +2 ആണെങ്കിലും 2 വർഷം. അപ്പോൾ ഏകദേശം സെയിം സമയം കൊണ്ടാണ് ഈ 2 കോഴ്സുകളും നമുക്ക് പാസ്സാകാൻ സാധിക്കുന്നത്. പക്ഷേ ITI നമുക്ക് ജോലി സാധ്യതകൾ നൽകുമ്പോൾ +2 നമുക്ക് അത്രത്തോളം ജോലി സാധ്യതകൾ നൽകുന്നില്ല. ഇതാണ് മെയിൻ ഈ 2 കോഴ്സുകളുടെയും വ്യത്യാസം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പോളിടെക്നിക് ലാറ്ററൽ എൻട്രി. അതായത് ITI പാസ്സാകുന്ന കുട്ടികൾക്ക് പോളിടെക്നിക് ഡിപ്ലോമകളിലെ സെക്കൻഡ് ഇയറിലോട്ട് നേരിട്ട് ലാറ്ററൽ എൻട്രി വഴി പ്രവേശിക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം, ITI പഠിച്ച കോഴ്സ് 2 വർഷത്തെ ആയിരിക്കണം. 1 വർഷത്തെ ITI കോഴ്സ് ആണെങ്കിൽ അത് സാധിക്കില്ല. ITI 2 വർഷത്തെ കോഴ്സുകളും ഉണ്ട്, 1 വർഷത്തെ കോഴ്സുകളും ഉണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. 1 വർഷത്തെ ITI കോഴ്സുകളും ഉണ്ട്. 2 വർഷത്തെ കോഴ്സുകളാണ് കൂടുതലും ഉള്ളത്. പക്ഷെ 2 വർഷത്തെ കോഴ്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ലാറ്ററൽ എൻട്രി വഴി പോളിടെക്നിക് ഡിപ്ലോമകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. പോളിടെക്നിക് ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ ITI കഴിഞ്ഞും കുറച്ചും കൂടെ വാല്യൂ കൂടിയത് ആണ്. പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ ITI കഴിഞ്ഞും കുറച്ചും കൂടെ കൂടുതൽ അതിൽ പഠിക്കാനുണ്ട്. പോളിടെക്നിക് ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ ITIയുടെ ഹയർ ക്വാളിഫിക്കേഷൻ ആണ്. പക്ഷേ SSLC മാത്രമാണ് പോളിടെക്നിക് ഡിപ്ലോമയ്ക്ക് യോഗ്യതയുള്ളൂ. നമുക്ക് SSLC കഴിഞ്ഞ് തന്നെ പോളിടെക്നിക്കും പഠിക്കാം കേട്ടോ. ITI പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പോളിടെക്നിക്കിനും SSLC മാത്രമേ ഉള്ളൂ ക്വാളിഫിക്കേഷൻ ആയിട്ട്. പക്ഷെ 3 വർഷമുണ്ട് പോളിടെക്നിക് ഡിപ്ലോമകളെല്ലാം പൊതുവെ. പോളിടെക്നിക്കിനെ പറ്റി ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ചാനലിൽ കയറി നോക്കാവുന്നതാണ്. പക്ഷെങ്കിൽ ITI നമ്മൾ പഠിച്ച് പാസ്സാവുകയാണെങ്കിൽ പോളിടെക്നിക്കിന്റെ നേരിട്ട് 2ാം വർഷത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതായത് 2 വർഷം കൊണ്ട് നമുക്ക് പോളിടെക്നിക് ഡിപ്ലോമ സ്വന്തമാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ SSLC കഴിഞ്ഞ് 3 വർഷം പഠിക്കണം. ഇവിടെ നമ്മൾ SSLC കഴിഞ്ഞ് 2 വർഷം ITI പഠിക്കണം, പിന്നെ 2 വർഷം പോളി പഠിക്കണം. ടോട്ടൽ 4 വർഷം. 1 വർഷത്തെ നഷ്ടം വരും. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ITIയും കിട്ടും, പോളിടെക്നിക് ഡിപ്ലോമയും കിട്ടും. അത് ഇതിന്റെ ഒരു നേട്ടം കൂടിയാണ്. ശരിക്കും ITI പോകേണ്ട കാര്യമൊന്നുമില്ല പോളിടെക്നിക്ക് പോകാൻ. SSLC കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടെങ്കിൽ SSLC കഴിഞ്ഞ് തന്നെ പോളിടെക്നിക്ക് പോകാവുന്നതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. ITI പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോളിടെക്നിക്ക് പഠിക്കാനുണ്ടെന്നേ ഉള്ളതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് SSLC കഴിഞ്ഞ് തന്നെ ചേരാവുന്നതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ITI കഴിഞ്ഞ് പോവുകയാണെങ്കിൽ 1 വർഷം കൂടെ പഠിക്കേണ്ടി കൂടുതൽ. പക്ഷെ നമുക്ക് നേരിട്ട് ലാറ്ററൽ എൻട്രി കയറാം. അപ്പം നിങ്ങളുടെ ഈ ITIയുടെ സർട്ടിഫിക്കറ്റും കാണും, പോളിടെക്നിക്കിന്റെ സർട്ടിഫിക്കറ്റും കാണും. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു വാല്യൂ കൂടുതൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്കിലും പോളിടെക്നിക്ക് പഠിക്കണമെങ്കിൽ ITI പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് 10th കഴിഞ്ഞ് തന്നെ ചേരാം. അതും ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഈസി ടു സ്റ്റഡി. അതായത് ITI പഠിക്കുവാണെങ്കിൽ +2 പഠിക്കുന്നതിനെ കഴിഞ്ഞും സിമ്പിൾ ആണ്. അഥവാ പോളിടെക്നിക് പഠിക്കുന്നതിനെ കഴിഞ്ഞും സിമ്പിൾ ആണ്. അതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് വലിയ
ഈ എഫേർട്ട് ഇല്ല നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അതായത് ഒരു ആവറേജ് അല്ലെ ബിലോ ആവറേജ് സ്റ്റുഡൻസിന് പോലും ഈ കോഴ്സ് പാസ്സാകാൻ സാധിക്കും എന്നുള്ളത് ഈ കോഴ്സിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇതിന്റെ അകത്ത് തിയറി വളരെ കുറവാണ്. ഈ കോഴ്സ് കൂടുതലും പ്രാക്ടിക്കലാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും കുട്ടികൾക്കെല്ലാം ITI പാസ്സാകാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്കിപ്പ് 11th ആൻഡ് 12th ക്ലാസ്സസ്, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ +2 പോവുകയാണെങ്കിൽ 2 വർഷം കൂടെ നമ്മൾ സ്കൂളിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ 10ാം ക്ലാസ് പഠിച്ച പോലാണ് +1 +2 അത്രയും ഏകദേശം അതുപോലൊക്കെ സ്ട്രിക്റ്റ് ആണ്. ടീച്ചർമാരായണേലും ഒക്കെ അതുപോലൊക്കെ സ്ട്രിക്റ്റ് ആണ്. ആ സമയം നമ്മൾ ITI പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു ഫ്രീഡം ഒക്കെ കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുട്ടികളുടെ വേറൊരു സംശയം നോക്കാം. +2 പഠിക്കാതെ ITI പഠിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് ഒരുപാട് കുട്ടികളുടെ ഒരു സംശയമാണ്. അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ഗവൺമെന്റ് ജോലിയുടെ കാര്യമാണ് പരിശോധിക്കാൻ പോകുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് ITI പഠിച്ചാൽ ഗവൺമെന്റ് ജോലി കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നതാണ് സത്യം. കാരണം PSC ജോബ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 10ാം ക്ലാസ് പ്ലസ് ITI ഇങ്ങനെയാണ് യോഗ്യത ചോദിക്കുന്നത്. അതായത് 10ാം ക്ലാസ്സും ITIയും ആണ് ഒട്ടുമിക്ക PSC ജോബുകൾക്കും നോട്ടിഫിക്കേഷനിൽ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ. ITI ക്വാളിഫിക്കേഷൻ ഉള്ള ഗവൺമെന്റ് ജോലികൾക്കൊന്നും ആരും +2 സർട്ടിഫിക്കറ്റ് ചോദിക്കാറില്ല. പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലിക്ക്. എല്ലാ ഗവൺമെന്റ് ജോലികൾക്കും ITI സർട്ടിഫിക്കറ്റും SSLC സർട്ടിഫിക്കറ്റും മാത്രമേ ചോദിക്കാറുള്ളൂ. അത് ആണ് ശരിക്കുള്ള വസ്തുത. ഇനി നമുക്ക് പ്രൈവറ്റ് ജോലികളുടെ കാര്യം നോക്കാം. പ്രൈവറ്റ് ജോലിക്കാണെങ്കിലും +2 സർട്ടിഫിക്കറ്റ് ഒട്ടുമിക്ക കമ്പനികളും ചോദിക്കാറില്ല എന്ന് തന്നെയാണ് സത്യം. കാരണം മിക്കവാറും കമ്പനികൾക്കെല്ലാം വേണ്ടത് സ്കില്ലാണ്, അല്ലാതെ ക്വാളിഫിക്കേഷൻ അല്ല. അവർ സ്കില്ലാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, അല്ലാതെ സർട്ടിഫിക്കറ്റ് അല്ല അവര് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ ITI സർട്ടിഫിക്കറ്റ് പോലും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ജോലി ചെയ്യാനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ജോലി കിട്ടും. അതായത് സ്കില്ലാണ് അവർക്ക് കൂടുതലും വേണ്ടത്, അല്ലാതെ സർട്ടിഫിക്കറ്റ് പോലും പലപ്പോഴും പ്രൈവറ്റ് ജോബിന് ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു സ്കില്ലുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ITI ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പം പിന്നെ +2 ക്വാളിഫിക്കേഷൻ ആവശ്യം എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ITI കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഒരു സ്കില്ല് പഠിപ്പിക്കുക എന്നതാണ്. ഇത് ഗവൺമെന്റ് തന്നെ തുടങ്ങിയിരിക്കുന്ന ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് പല തരത്തിലുള്ള ജോലികളിൽ പരിശീലനം നൽകുക എന്നതാണ് ITI കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വെൽഡിങ്, പ്ലംബിങ്, വയറിങ്, അതുപോലെ കാർപ്പന്റർ, ഇലക്ട്രീഷ്യന്, മെക്കാനിക്, സിവില് തുടങ്ങിയ ഒരുപാട് ട്രേഡുകൾ ITIയിൽ ലഭ്യമാണ്. ITI സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നതിനർത്ഥം നിങ്ങൾക്ക് ഒരു തൊഴിൽ അറിയാമെന്നതിന്റെ പ്രൂഫാണ് ITI സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ വേറെ ഒന്നുമല്ല. അതായത് നിങ്ങൾ ഒരു തൊഴിൽ പഠിച്ചിട്ടുണ്ട് എന്നതിന്റെ പ്രൂഫാണ് ITI സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ മതി ഒരു ജോലി കിട്ടാനായി. ITI ക്വാളിഫിക്കേഷൻ ഉള്ള പ്രൈവറ്റ് ജോലി കിട്ടാൻ പോലും +2 സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ക്വാളിഫിക്കേഷനെ കഴിഞ്ഞും പ്രൈവറ്റ് ജോലിക്ക് വേണ്ടത് സ്കില്ലാണ്. നിങ്ങൾക്ക് ആ ഒരു തൊഴിൽ ചെയ്യാനുള്ള സ്കില്ലാണ്. അതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും പ്രൈവറ്റ് ജോബ് കിട്ടും. ഇനിയും നിങ്ങൾക്ക് സംശയം മാറിയിട്ടില്ല എങ്കിൽ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. ITI പഠിക്കുന്ന ഒട്ടുമിക്ക കുട്ടികളും +2 കഴിഞ്ഞവരാണ്. പക്ഷെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അവരിൽ ഭൂരിഭാഗം പേരും +2 പരാജയപ്പെട്ടവരാണ് എന്നതാണ് സത്യം. കാരണം +2 പരാജയപ്പെട്ടിട്ട് അവർക്ക് വേറൊരു ഓപ്ഷൻസ് ഇല്ല പോകാൻ. അതുകൊണ്ടാണ് പല കുട്ടികളും ITIക്ക് വരുന്നത്. അവര് +2 പരാജയപ്പെട്ടവരാണ് എങ്കിലും അവർ ITI പക്ഷെ അവർ പഠിച്ച് പാസ്സാകുകയും ചെയ്യും, ജോലികൾ നേടുകയും ചെയ്യും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പേടിക്കാനൊന്നും ഇല്ലെന്നല്ലേ അർത്ഥം. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് ITI പോയാൽ ജോലി കിട്ടുമോ എന്നൊന്നും ഓർത്താരും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് ITI പഠിക്കാനാണ് താല്പര്യമെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് തന്നെ പോകാവുന്നതാണ്. +2 പോയി വെറുതെ 2 കൊല്ലം പാഴാക്കരുത്. ഇതാണ് എന്റെ അഭിപ്രായം. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.